ഓക്കെ, സോ ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഒരു ക്ലാസ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും അതൊരു ടോപ്പ് ലെവൽ ഡിസൈനിൽ നിന്ന് ഏറ്റവും ലോസ്റ്റ് ചെറിയ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ഹെൽപ്ഫുൾ. ഇപ്പോൾ അതെങ്ങനെ നമുക്ക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ച് ചെയ്യാമെന്നാണ് നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ കാണാവുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അതായത് നമ്മൾ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, വാഹനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, വാഹനം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വാഹനമാവാം. ഇപ്പോൾ 2 വീലർ ആവാം, 3 വീലർ ആവാം, 4 വീലർ ആവാം, അതല്ല അതിൽ കൂടുതലുള്ള ബസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന എന്തെങ്കിലും വാഹനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷേ ഇതിനെ എല്ലാത്തിനും കൂടി നമ്മൾ മൊത്തത്തിൽ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. സോ വെഹിക്കിൾ എന്ന മൊത്തത്തിലുള്ള കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, ഒരു വാഹനം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് നമുക്കത് പറയാൻ പറ്റുക. എന്നാൽ സ്പെസിഫിക് ആയിട്ടൊരു വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള വെഹിക്കിളിനുള്ള ചില ഫീച്ചേഴ്സ് അതിനുണ്ടാവും. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ വെഹിക്കിളിന് ഇപ്പോൾ 2 വീലർ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകം ചില ആട്രിബ്യൂട്ട്സും ഫങ്ഷണാലിറ്റീസും ഉണ്ടാവും. സോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിലും അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അൽഗോരിതത്തിലും നമുക്ക് ക്ലാസ് എന്ന് പറയുന്ന സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഒരു ടോപ്പ് ലെവൽ ഡിസൈൻ ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന ടൈനി ചെറിയ പാർട്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടൊരു എക്സാമ്പിളാണ് അതെങ്ങനെ ചെയ്യാം, അതിന് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് ഒരു അനിമൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൻ്റെ സ്ട്രക്ചറും ക്രിയേഷനും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇതിന് 2 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഇതിൻ്റെ കൺസ്ട്രക്ടർ ഫങ്ഷൻ തന്നെയാണ്. അതായത് ഈ അനിമലിന് വേണ്ടിയിട്ട് ഞാൻ 3 ആട്രിബ്യൂട്ട്സ് ഡിസൈൻ ചെയ്യുന്നു. ഒന്ന്, അനിമലിനൊരു പേര് വേണം, അതുപോലെ ഒരു ഏജ് വേണം, ഒരു സൗണ്ട് വേണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഇനിറ്റ് അണ്ടർസ്കോർ ഫംഗ്ഷൻ്റെ അകത്ത് എനിക്ക് സെൽഫ് എന്ന് പറയുന്ന കീവേഡിന് ശേഷം 3 വേരിയബിൾസ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. നെയിം, ഏജ്, സൗണ്ട്. അതാത് ക്ലാസ്സിൻ്റെ അതാത് ഒബ്ജക്റ്റിൻ്റെ നെയിം, ഏജ്, സൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം സെയിം പേരുകൾ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഡിഫറെൻറ്റ് പേരുകൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, കൺവീനിയൻസിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്ട്രാ ഒരു ഫംഗ്ഷൻ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ മേക്ക് സൗണ്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ഇതെന്താണ് ചെയ്യുന്നത്? ഇത് സെൽഫ് ഡോട്ട് സൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ എടുത്ത് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന മേക്ക് സൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം എല്ലാ അനിമൽസിനും സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ട് എന്നല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നു. ഇനി സപ്പോസ് അനിമൽ എന്ന് പറയുന്ന ഒരു ടോപ്പ് ലെവൽ ക്ലാസ് ആണ്. അതിൻ്റെ സബ് ക്ലാസ് ആയിട്ട് എനിക്ക് ഈ ടോപ്പ് ക്ലാസ്സിൽ നിന്ന് 2 ചൈൽഡ് ക്ലാസ് എനിക്ക് വേണമെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതായത് ഡോഗ് എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്ലാസ്സും ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്ലാസ്സും. ഇത് രണ്ടും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അനിമൽ എന്ന് പറയുന്ന ടോപ്പ് ലെവൽ പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചൈൽഡ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ അനിമൽ ക്ലാസ്സിനുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ പറയുന്ന ചൈൽഡ് ക്ലാസ്സിന് വേണം. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ചൈൽഡ് ക്ലാസ്സുകൾക്ക് ഇപ്പം ഡോഗിന് ഇല്ലാത്ത ചില കഴിവുകൾ ക്യാറ്റിനുണ്ട്, അതുപോലെ ക്യാറ്റിന് ഇല്ലാത്ത ചില കഴിവുകൾ ഡോഗിനുണ്ട്. സോ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻസും നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആദ്യം ഡോഗ് എന്ന് പറയുന്ന ക്ലാസ് ഡിഫൈൻ ചെയ്യുവാണ്. സിൻസ് ഞാനിത് അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നതായതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അനിമലിൻ്റെ ആട്രിബ്യൂട്ട്സും അതുപോലെ മേക്ക് സൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനും എനിക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് അനിമൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അനിമൽ എന്ന് പറയുന്ന ടോപ്പ് ക്ലാസ്സിൻ്റെ ഒരു ചൈൽഡ് ക്ലാസ്സാണ് ഡോഗ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്. ഇനി എനിക്ക് ഈ പറയുന്ന പേരൻറ്റ് ക്ലാസ്സിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും അനിമലിനുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും എനിക്ക് ഇവിടെയും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ സൂപ്പർ എന്ന് പറയുന്നൊരു ഇതിട്ടിട്ട് ബ്രാക്കറ്റ് കീവേഡിന് ശേഷം ബ്രാക്കറ്റ് ഇട്ടിട്ട് ഡോട്ട് എഗെയിൻ അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ട് നെയിം, ഏജ്, സൗണ്ട് ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്യുവാണ്. ആക്ച്വലി ഇത് ഡോഗ് ആയതുകൊണ്ടും ഇതിൻ്റെ ഡോഗിൻ്റെ ഒരു സൗണ്ട് ഞാൻ ഫിക്സ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും ഞാനിവിടെ ഇനിറ്റിൽ എനിക്ക് സൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. പകരം നെയിമും ഏജും മാത്രമേ ഞാൻ പാസ് ചെയ്യുന്നുള്ളൂ.
ഡിഫോൾട്ടായിട്ട് വൂഫ് എന്ന് പറയുന്നൊരു സൗണ്ടാണ് ഞാൻ ഇതിലോട്ട് അസൈൻ ചെയ്യുന്നത്. സോ അതിൻ്റെ അർത്ഥം ഞാൻ ഡോഗ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെയിമും ഏജും മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ബൈ ഡിഫോൾട്ടായിട്ട് അവിടെ അസംഷൻ അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് വൂഫ് എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രിങ് ആയിരിക്കും സൗണ്ടിൻ്റെ അകത്തോട്ട് ആ ഒബ്ജക്റ്റിൽ വരിക. ഇനി ഡോഗിന് സ്പെസിഫിക് ആയിട്ട് എനിക്കൊരു ആക്ഷൻ ഡിഫൈൻ ചെയ്യണം. അത് മൂവ് ടെയിൽസ് എന്ന് പറയുന്നത്, അതായത് മേക്ക് സൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി ഇതിൻ്റെ പേരൻറ്റ് ക്ലാസ്സിലുണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഡോഗിന് ആക്ഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൂടെ ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. അതെന്താണ് ചെയ്യുന്നത്? സിമ്പിളി പ്രിൻറ്റ് ചെയ്യുവാണ്. മൂവ് ടെയിൽസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഫംഗ്ഷൻ കൂടിയാണ് അതിന് ഡിഫൈൻ ചെയ്തത്. ഇതേ സെയിം ഫാഷനിൽ തന്നെ ഞാൻ ക്യാറ്റ് എന്ന് പറഞ്ഞ ഒരു ചൈൽഡ് ക്ലാസ് ഡിഫൈൻ ചെയ്യുവാണ്. ഇതും ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത് അനിമൽ എന്ന് പറയുന്ന പേരൻറ്റ് ക്ലാസ്സിൽ നിന്നായതുകൊണ്ട് ഇതേ സിമിലർ ഫാഷനിൽ ഞാൻ കൊടുക്കുന്നു. അവിടെയും ഞാൻ നെയിമും ഏജും മാത്രമേ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബൈ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ക്യാറ്റ് ആയതുകൊണ്ട് തന്നെ മിയാവ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് ഞാൻ അതിലോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ അതിൻ്റെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ അങ്ങനെ വരുന്നു. അതിനുശേഷം ആക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്യാറ്റിന് സെപ്പറേറ്റ് ആണ്. രണ്ടിൻ്റെയും പേര് ആക്ഷൻ തന്നെയാണ് ഫംഗ്ഷൻ ക്യാറ്റിലും ഡോഗിലും. പക്ഷേ ഇവിടെ ഞാനതിൻ്റെ ലൈക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ മൂവ്സ് ഇയേഴ്സ് എന്ന് പറയുന്നതാണ് ഞാൻ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇനി എനിക്ക് ഡോഗ് ടൈപ്പിൽ പെടുന്ന അല്ലെങ്കിൽ ഡോഗ് ക്ലാസ്സിൽ പെടുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേര് വിളിക്കാം, എന്നിട്ട് നെയിമും ഏജും പാസ് ചെയ്യാം. സോ നെയിം ബഡി എന്ന് ഞാൻ കൊടുക്കുന്നു, അതുപോലെ ഏജ് എന്ന് പറയുന്നത് 3 കൊടുക്കുന്നു. ഇവിടെ സ്ട്രിങ്ങും ഇവിടെ ഇൻറ്റിജറുമാണ് കൊടുക്കുന്നത്. ബൈ ഡിഫോൾട്ടായിട്ട് ഞാൻ സൗണ്ട് എന്ന് പറയുന്നത് പാസ് ചെയ്തില്ലെങ്കിലും ഇവിടെ വൂഫ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും അതിൻ്റെ റെസ്പെക്റ്റീവ് സൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കോപ്പി ആവുന്നത്. സോ ഇവൻ ദോ നമ്മളിവിടെ ഈ നെയിം ഏജ് സൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾസൊക്കെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും ഇത് പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ഈ പറയുന്ന വാല്യൂസ് എല്ലാം ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനും ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി അസൈൻഡ്, ആ വാല്യൂസ് എല്ലാം അസൈൻഡ് ആവും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മൈ ഡോഗ് എന്നാണ് ഞാനിവിടെ എൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തത്. മൈ ഡോഗ് ഡോട്ട് മേക്ക് സൗണ്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും റൺ ആവുക. ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? സെൽഫ് ഡോട്ട് സൗണ്ടിനെ എടുത്ത് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിൻസ് അത് വൂഫ് എന്ന് പറയുന്ന സൗണ്ട് ഡിഫോൾട്ട് ആയതുകൊണ്ട് ഡോഗ് ഒബ്ജക്റ്റ് ആയതുകൊണ്ടും വൂഫ് എന്നുള്ളതായിരിക്കും നമുക്ക് പ്രിൻറ്റ് മെസ്സേജിൽ കിട്ടുക. എന്നാൽ നേരെ മറിച്ച് ആക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. അപ്പോൾ ആക്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുക മൂവ്സ് ടെയിൽസ് എന്ന് പറഞ്ഞായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഞാൻ ക്യാറ്റ് ഒബ്ജക്റ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുവാണ്. ക്യാറ്റ് ഒബ്ജക്റ്റ് മൈ ക്യാറ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ പേര് വിസ്കേഴ്സ് എന്ന് കൊടുത്തു, ഏജ് 2 കൊടുത്തു. അവിടെ മേക്ക് സൗണ്ട് കൊടുത്തപ്പോൾ എനിക്ക് ഈ ഒരു സ്ട്രിങ് ആണ് തിരിച്ച് കിട്ടുന്നത്, മിയാവ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മൈ ക്യാറ്റ് അല്ലെങ്കിൽ എൻ്റെ ക്യാറ്റ് ഒബ്ജക്റ്റിൻ്റെ പേര് ഡോട്ട് ആക്ഷൻ കൊടുക്കുമ്പോൾ മൂവ്സ് ഇയേഴ്സ് എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, ഇനി സപ്പോസ് ഇതുപോലെ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഐദർ ഓഫ് ക്ലാസ് ഡോഗ് ടൈപ്പ് ഓർ ക്ലാസ് ക്യാറ്റ് ടൈപ്പ്, ഓർ എൽസ് ഐ ക്യാൻ ഡയറക്റ്റ്ലി അനിമൽ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ആ ഒരു ഒബ്ജക്റ്റിന് എന്തൊക്കെയായിരിക്കും? നെയിം, ഏജ്, സൗണ്ട്, ഇത് മൂന്നും നമ്മൾ പാസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതിനുള്ള ഒരേ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മേക്ക് സൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമായിരിക്കും. ബട്ട് ഡോഗിലോ ക്യാറ്റിലോ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ആക്ഷൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഫംഗ്ഷൻ കൂടെ അതിൻ്റെ ഫങ്ഷണാലിറ്റി ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, സോ ഇതിൽ മേക്ക് സൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ അനിമലിൽ നിന്ന് ഡോഗിലോട്ടോ അല്ലെങ്കിൽ ക്യാറ്റിലോട്ടോ ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പറയുന്ന ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഈ 3 ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഈ 2 ആട്രിബ്യൂട്ട്സ് മാത്രമാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ.